ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ മറികടന്ന് സർക്കാർ അനുവദിച്ച +2 സ്കൂളുകൾക്കും അധിക ബാച്ചുകൾക്കും അംഗീകാരം നൽകുന്നത് ഹൈക്കോടതി തടഞ്ഞു. സർക്കാരിന്റെ നടപടികൾ സുതാര്യമല്ലെന്ന് കണ്ടെത്തിയാണ് ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോന്റെ ഇടക്കാല ഉത്തരവ്. ഹയർ സെക്കൻഡറി ഡയറക്ടർ ശുപാർശ ചെയ്ത സ്കൂളുകൾക്ക് കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായി അനുമതി നൽകാനും കോടതി നിർദ്ദേശിച്ചു. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ മറികടന്ന് പുതിയ +2 സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ച സർക്കാർ ഉത്തരവിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സർക്കാർ വിദ്യാഭ്യാസ ആവശ്യകത പരിശോധിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ലെന്ന് കണ്ടെത്തിയ കോടതി ഹയർ സെക്കൻഡറി ഡയറക്ടർ അടങ്ങുന്ന സമിതിയുടെ ശുപാർശയില്ലാതെ അനുവദിച്ച സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കി. സമിതി ശുപാർശ ചെയ്യാത്ത സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കാതെയാണ് ഇത്തരം സ്കൂളുകൾക്ക് +2 അനുവദിച്ചതെന്ന് കോടതി വിലയിരുത്തി. +2 അനുവദിക്കുന്നതിൽ സർക്കാർ സ്കൂളുകൾക്ക് മുൻഗണന നൽകണമെന്ന വ്യവസ്ഥ സർക്കാർ കാറ്റിൽ പറത്തിയതായും കോടതി വിലയിരുത്തി. മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സംസ്ഥാനത്ത് പുതിയ +2 സ്കൂളുകളും അധിക ബാച്ചുകളും അനുവദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച 95 ഹർജികളിൽ പ്രാഥമിക വാദം കേട്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. സമിതിയുടെ ശുപാർശയുള്ള സ്കൂളുകൾക്ക് കോടതി വിധിക്ക് വിധേയമായി പ്രവർത്തിക്കാം. 2013 ജൂലൈ 31 പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കണം ഇത്തരം സ്കൂളുകൾ പ്രവർത്തിക്കേണ്ടത്. MLA മാരുടെ ശുപാർശകൾ സംബന്ധിച്ച ഫയലുകൾ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി കോടതിയിൽ സമർപ്പിച്ചിരുന്നില്ല. സർക്കാർ ഹാജരാക്കിയ ഫയലുകൾ അപൂർവമാണെന്ന് കണ്ടെത്തി ഇവ തിരിച്ചു നൽകിയ കോടതി സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇപ്പോൾ ഈ ചർച്ചയിൽ KPCC വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചേരുന്നു. ഒപ്പം തന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് ഉണ്ട്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉണ്ട്, MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് അലി ഉണ്ട്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് ഉണ്ട്, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒപ്പം തന്നെ ഈ ചർച്ച തുടർന്ന് ബാർ വിഷയത്തിൽ കോൺഗ്രസിലുണ്ടായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സൃഷ്ടിച്ച പൊട്ടിത്തെറിയിലേക്ക് കൂടി ചർച്ച പോകും. വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇന്ന് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് മുമ്പിലുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട് ആദ്യം +2 പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഇക്കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയൊക്കെ വിശദീകരിച്ചാലും ഒരു വലിയ തിരിച്ചടി ഈ വിധിയുമായി ബന്ധപ്പെട്ട് അതൊരു യാഥാർത്ഥ്യമാണോ? വസ്തുനിഷ്ഠമായി താങ്കൾ അതിനെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ തയ്യാറാണോ? ശരത്തെ, ഇതൊരു വിധിയായിട്ട് ഒരിക്കലും കാണാനാവില്ല. കാരണം ഇതൊരു ഇടക്കാല ഉത്തരവാണ്. ഇടക്കാല ഉത്തരവും വിധിയും രണ്ടാണ്. കാരണം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തത് കൂടാതെ 104 സ്കൂളുകൾക്ക് +2 ബാച്ച് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി 88 പരാതികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വന്നത്. ആ 88 വെച്ച് ഒരു കാര്യത്തിൽ സർക്കാരിന് ഒരിത് പറ്റിയെന്ന് വെച്ചാൽ യഥാസമയം ഈ 104 സ്കൂളുകളുടെ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ അപ്പീൽ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു അന്തിമമായ വിധി വരുമ്പോൾ ഈ 104 സ്കൂളുകൾ എന്തടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അനുവദിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായ രേഖകൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ കോടതിക്ക് അത് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇടക്കാല ഉത്തരവ് പറയുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിലെ ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചാണ്. വിധി എന്ന വലിയ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതിനെ ഞാനും മാറ്റിവെക്കാം. ഇടക്കാല ഉത്തരവ്, ആ ഇടക്കാല ഉത്തരവ് സംസ്ഥാന സർക്കാർ അതിനൊരു മന്ത്രിസഭാ ഉപസമിതി, ആ മന്ത്രിസഭാ ഉപസമിതി കൊണ്ടുവന്ന ഇത് MLA മാരുടെ ശുപാർശകൾ, അങ്ങനെ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് അപ്പുറത്തേക്ക് പോയ സർക്കാരിൻ്റെ സഞ്ചാരത്തെ സംബന്ധിച്ച്, തീരുമാനത്തെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണോ? അല്ല, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട എല്ലാ സ്കൂളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ആ തീരുമാനം എന്തെങ്കിലും ഒരു നോംസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായി കോടതി പറഞ്ഞു ആ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല, അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞു. ആ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നത് യഥാസമയം നടന്നില്ല. സ്വരാജ്, എങ്ങനെയുണ്ട് ഉണ്ണിത്താൻ്റെ വാദം? വളരെ ദയനീയമായിരിക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വാദഗതികളെല്ലാം ജനങ്ങളുടെ മുൻപിൽ കൂടുതൽ അപഹാസ്യമാകാനേ സഹായിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കോടതിയുടേത് ഇടക്കാല ഉത്തരവാണ് എന്നറിയാത്തവരാണോ നമ്മൾ? അത് ഇടക്കാല ഉത്തരവ് തന്നെയാണ്. അന്തിമ വിധി വരുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ പ്രകാരം അനുവദിച്ച സ്കൂളുകളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി അന്തിമ വിധിയുടെ തീർപ്പിന് വിധേയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിനെ മറികടക്കാനുള്ള അധികാരം സാങ്കേതികമായി പറഞ്ഞാൽ ഗവൺമെൻറ്റിനുണ്ട്, ഞാൻ സമ്മതിക്കുന്നു.
പക്ഷേ അതിന് ഒരു കാരണമുണ്ടാവണം. ആ കാരണമാണ് കോടതി ചോദിച്ചത്. എന്തിനാണ് നമ്മളിങ്ങനെ കടന്നുരുളുന്നത്? എന്തു കാരണം കൊണ്ടാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ റിപ്പോർട്ട് മറികടന്നത്? അപ്പോൾ സർക്കാർ വക്കീൽ കോടതിയിൽ പറഞ്ഞു, ആ കാരണം പറയാൻ, ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് സമയം വേണം. ബഹുമാനപ്പെട്ട കോടതി ആ വാദം സ്വീകരിച്ചുകൊണ്ട് ആവശ്യമായ സമയം കൊടുത്തു. സമയമെല്ലാം കഴിഞ്ഞിട്ടും ന്യായം പറയാനില്ല, രേഖ ഹാജരാക്കാനില്ല, കൈവെള്ളയിലുള്ള രേഖയല്ലാതെ കടലാസിലുള്ള രേഖയില്ല. ഈ ഘട്ടം വന്നപ്പോഴാണ് കോടതി ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ മറികടന്ന് കൊടുത്തിട്ടുള്ള സ്കൂളുകൾ റദ്ദാക്കുന്നതായി, അത് സ്റ്റേ ചെയ്യുന്നതായി പറഞ്ഞിട്ടുള്ളത്. ഇത് കോടതിയുടെ ഈ ഘട്ടത്തിലുള്ള നടപടിക്രമമാണ്, ഇടപെടലാണ്. ഇത് ഗവൺമെൻറ്റിനുള്ള തിരിച്ചടിയല്ല, മറിച്ച് ഗവൺമെൻറ്റിനുള്ള പട്ടും വളയുമാണ് എന്നൊക്കെ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അത്യന്തം ദയനീയമെന്നല്ലാതെ വേറെന്താണ് പറയാൻ. മടങ്ങി വരാം, സ്വരാജിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ അഷ്റഫ് അലി MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ചേരുന്നു. അഷ്റഫ് അലി, മോഡറേഷൻ മാർക്ക് കൊടുത്തു പോലും ഹൈക്കോടതിക്ക് ഈ +2 പരീക്ഷയിൽ സർക്കാരിനെ ജയിപ്പിക്കാനായിട്ടില്ല. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഈ വിധിയിൽ അനുകൂലമായ ഘടകങ്ങളുമുണ്ട്, പ്രതികൂലമായ ഘടകങ്ങളുമുണ്ട്. MSFന്റെ മൈക്രോസ്കോപ്പിൽ ഏതാണ് ഈ വിധിയിലെ ഇടക്കാല വിധി എന്ന് പറഞ്ഞാൽ ശ്രീ ഉണ്ണിത്താൻ എന്നെ തിരുത്തിയല്ലോ, ഇടക്കാല ഉത്തരവിലെ അനുകൂലമായ ഘടകങ്ങൾ, MSFന്റെ മൈക്രോസ്കോപ്പിൽ കണ്ടെത്തിയ അനുകൂല ഘടകങ്ങൾ എന്താണ്, പ്രതികൂലമായ ഘടകങ്ങൾ എന്താണ്? മന്ത്രി വിശദീകരിച്ച ആ ഒരു നിരീക്ഷണം MSFന് എങ്ങനെയാണ് വിശദീകരിച്ചു തരാനാവുക? അല്ല, ഈ വിഷയത്തിൽ ഒരു വർഷം മുമ്പേ കോടതി +2 വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും വൈകി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായത്. നേരത്തെ 2013 തന്നെ ഈ ഒരു അവസരം ഉണ്ടാവുകയും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം നേടുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മുതലുള്ള കോടതിയുടെ ഇടപെടലുകൾ ഓരോന്നോരോന്നായി പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി കോടതി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ അറിയാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഹയർ സെക്കൻഡറി ബാച്ചുകളും മറ്റും അനുവദിച്ചതിന് ശേഷം വളരെ കൃത്യമായി കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പഠനം ഉണ്ടാവുകയോ അത് അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അടിസ്ഥാനത്തിലാണ് അഷ്റഫ് അലി അത് പറയുന്നത്? ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ പറയുമ്പോൾ അത് അപൂർണം. ഇതൊക്കെ ഒരു അഡ്വക്കേറ്റ് ജനറൽ സൃഷ്ടിച്ചെടുക്കേണ്ടതല്ലല്ലോ. ഇതിൻ്റെ ഉത്തരവാദിത്വം, ഇത് പരാജയപ്പെട്ടാലുണ്ടാകാവുന്ന വലിയ തിരിച്ചടി മനസ്സിലാക്കേണ്ട മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും. മാത്രമല്ല, ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്കും ഫയലുകൾ അഡ്വക്കേറ്റ് ജനറൽ സമയാസമയങ്ങളിൽ എത്തിക്കാനാവണ്ടേ? MLA-മാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചില സ്കൂളുകൾ കൊടുത്തതെന്ന് പറഞ്ഞ സർക്കാരിന് അഡ്വക്കേറ്റ് ജനറൽ വഴി ആ രേഖകൾ ഹാജരാക്കാനായിട്ടില്ല. ഇത് AG അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലല്ലോ ഈ രേഖകളൊന്നും. സമയത്ത് ഹാജരാക്കാൻ കഴിയാത്തതിൽ തന്നെയുണ്ട്. അതിന് AG കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, AG കുറ്റം പറയുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ കോടതികളിൽ നിന്നും വരുന്ന വിധികളുടെ അല്ലെങ്കിൽ ഈ റീസെൻ്റായി വന്നിട്ടുള്ള ബാർ വിഷയത്തിൽ കോടതി എടുത്തുള്ള നിലപാടും +2 വിഷയത്തിൽ കോടതി എടുത്തുള്ള നിലപാടും, ഈ രണ്ട് നിലപാടുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഗുണപരമായ നിലപാടാണ് കോടതി സ്വീകരിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. +1 നിലവിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 700 ബാച്ചുകൾ അനുവദിച്ചിട്ടും ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര പഠന സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു വലിയ സത്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് വേറൊരു പ്രശ്നമാണ് അഷ്റഫ് അലി. തൽക്കാലം ആ ഡിബേറ്റ് നമുക്ക് മാറ്റിവെക്കാം. സർക്കാരിന് തിരിച്ചടിയായ ഒരു വിധി മുമ്പിൽ വന്നു കഴിഞ്ഞല്ലോ. ആ വിധിയിൽ ക്രമക്കേടുണ്ട്, അഴിമതിയുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. മാധ്യമങ്ങളിൽ തന്നെ എത്രയോ കേസുകൾ വന്നു കഴിഞ്ഞു, എത്രയോ വിവരങ്ങൾ രേഖകൾ സഹിതം പുറത്തു വന്നു. ഇതെല്ലാം ശരിവെക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് വരുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ചില അനുകൂല ഘടകങ്ങളുണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്? അല്ല, അനുകൂല ഘടകങ്ങളുണ്ട് എന്ന് പറയാനുള്ള കാരണം നേരത്തെ തന്നെ 700 ബാച്ചുകൾ നൽകിയതിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ അമിതമായ ചില സ്ഥലങ്ങളിൽ ബാച്ചുകൾ നൽകിയിട്ടുണ്ട് എന്ന ആരോപണമുണ്ട്. ഞങ്ങൾക്കും ആ അഭിപ്രായമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കളുടെ മന്ത്രിയും താങ്കളുടെ പാർട്ടി ഉൾക്കൊള്ളുന്ന മുന്നണിയുമല്ലേ അത് കൊടുത്തത്? അല്ല, അത് മുന്നണി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം മന്ത്രിസഭ ഉപസമിതി ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭ ഉപസമിതി ഈ ഒരു വിഷയത്തിൽ 7 തവണയാണ് യോഗം ചേർന്നത്. പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മന്ത്രിസഭാ ഉപസമിതി കൃത്യമായി ചേരാൻ വൈകിയിട്ടുണ്ട്. ഉപസമിതി ആ ഒരു 700 ബാച്ചുകൾ ശുപാർശ നൽകിയതിനു ശേഷം ഏകദേശം 10-14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജിയോ ഇറങ്ങുന്നത്. ഇവിടങ്ങളിലൊക്കെ കൃത്യമായി ചില ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ അനാവശ്യമായി +2 ബാച്ചുകളോ സ്കൂളുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് പുനരാലോചിക്കാൻ ഈ ഒരു വിധി ഒറ്റ ചെറിയ കാര്യം കൂടി, അതായത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ MSF സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല. രണ്ട് രീതിയിലാണ് ഞങ്ങൾ ആ വിധിയെ കാണുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പടിവാതിലായ +1
ഏകദേശം ക്ലാസുകൾ തുടങ്ങി കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യത്തിനുള്ള മറുപടി പറഞ്ഞല്ലോ, പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നില്ല. ഇവിടെ SFIയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ എന്താണ് ഒരു മോഡറേഷൻ പോലും എന്തെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന പോലെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ അപ്പീൽ പോകും എന്നാണ് ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട്. ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത് പോലെ സർക്കാരിന് അനുകൂലമായി എന്തെങ്കിലും തരത്തിൽ വിശദീകരിക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ഈ വിധിയിലുണ്ടോ? അങ്ങനെ ഒന്നും തന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ UDF ഗവൺമെൻറ് അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല. ഇന്നത്തെ കോടതി നിരീക്ഷണം തന്നെ കേരളത്തിലെ UDF സർക്കാരിനത്തെ കനത്ത തിരിച്ചടിയാണ്. പുതിയ ബാച്ചുകൾ അനുവദിച്ചുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ചില മാനേജർമാരും അതുപോലെ തന്നെ ചില സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടില്ല, കോഴ ആരോപണം ഉൾപ്പെടെ വരികയാണ്. അപ്പോൾ എന്നതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് സർക്കാർ അതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ആവശ്യമായ തെളിവുകൾ കൊണ്ടുവരണമെന്നാണ്. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി വളരെ ശ്രദ്ധേയമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഘട്ടത്തിലാണ് കേരളത്തിലെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ചില സംഘടനകളും ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവിടെ സർക്കാർ തന്നെ പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാദവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ പറഞ്ഞത് സർക്കാർ മേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകും, അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി ബാച്ച് എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. പക്ഷെ അതേ സർക്കാർ തന്നെ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയതുപോലെ ഒരു ശാസ്ത്രീയമായ പഠനം നടത്താതെയാണ് ഇപ്പോൾ പുതിയ ബാച്ച് അനുവദിച്ചത്. എവിടെയാണോ ആവശ്യമായ സ്ഥലത്ത് കൊടുക്കാതെ ആവശ്യമില്ലാത്തതിടത്ത് കൂടുതൽ കൊടുത്തുകൊണ്ടും ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് കൊടുത്തതെന്ന് വളരെ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിരീക്ഷണം നടത്തുകയും സർക്കാരിന്റെ പുതിയ ഇപ്പോഴത്തെ വിധിയോടുള്ള ഈ ഇടക്കാല ഉത്തരവിനോടുള്ള മനോഭാവവും ഉണ്ടായ ആക്ഷേപങ്ങളെ പരിഹരിക്കുന്നതായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പീൽ പോകുമെന്ന് സർക്കാർ പറയുന്ന യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെയും ഉൾക്കൊള്ളാതെയുമാണ് എന്നാണോ? അല്ല, സർക്കാർ ഇതുവരെ എന്താ സംഭവിച്ചതെന്ന് പോലും സർക്കാരിന് കൃത്യമായിട്ട് ഇതുവരെ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിരീക്ഷണം നടത്തിയത്. അപ്പൊ കേരളത്തിൽ ഇതുവരെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ തട്ടിപ്പാണ് പുതിയ ബാച്ച് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ. ജേക്കബ് ജോർജ്, പ്ലസ് ടുവിൽ 700 ബാച്ചുകൾ കേവലം 50 കോടിക്ക് അനുവദിച്ചതിൻ്റെ ആർജവത്തെയാണ് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു അഭിമാനകരമായി മുന്നോട്ട് വെച്ച ഈ കാര്യത്തിലുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാരിനെ സംബന്ധിച്ച് ഏത് നിലയിലാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, സർക്കാരിന് വളരെ ഡാമേജിങ് ആണ്. എനിക്ക് തോന്നുന്നു സർക്കാരിന് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതൊരു നയമില്ല, രണ്ടാമത് ശാസ്ത്രീയമായ ഒരു കണക്കുകൂട്ടലില്ല. ഒരു പുതിയ സ്കൂൾ ഒരു പ്രദേശത്ത് അവതരിപ്പിക്കുമ്പോൾ അനുവദിക്കുമ്പോൾ അതിന് പിന്നെ ഒരു പഠനം നടത്തണം. ആ പ്രദേശത്ത് ആ സ്കൂൾ ആവശ്യമാണോ? ഇതിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദ്യാഭ്യാസം വലിയൊരു കച്ചവടച്ചരക്കായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. +2 കഴിഞ്ഞിട്ടാണല്ലോ എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ ആകെ കൂടി 63,000 എഞ്ചിനീയറിംഗ് സീറ്റുണ്ട്. ഈ പ്രവേശന പരീക്ഷ പാസ്സാകുന്ന പിള്ളേർ എത്രയാണെന്നറിയാമോ? 57,000 പിള്ളേരെ പരീക്ഷയുടെ ഒരു 10 മാർക്കൊക്കെ മേടിച്ചിട്ടാണ് പാസ്സാക്കുന്നതല്ല പാസ്സാക്കുന്നതാണ്. ആ ഒരു പരിധി കഴിഞ്ഞ് ആ ഒരു ലിസ്റ്റിൽപ്പെട്ട് 57,000 പേരുണ്ട്. പക്ഷേ 63,000 സീറ്റ്. ഇന്ന് കേരളത്തിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 30,000 സീറ്റ് അധികം കിടക്കുകയാണ്. പഠിക്കാൻ പിള്ളേരില്ല. വിദ്യാഭ്യാസം പോലൊരു രംഗത്ത് ഇത്ര വലിയ തിരിച്ചടികൾ ഉണ്ടായാൽ അത് സർക്കാരിനെ തന്നെ ദോഷകരമായി ബാധിക്കും എന്ന് സർക്കാരിനെ ദോഷമായിട്ട് ബാധിക്കില്ല. അവർ ഭരിക്കും, അവർ പോവും, അവരുടെ വീട്ടിൽ പോവും. ഇത് കേരള സമൂഹത്തെയാണ് ബാധിക്കുന്നത്. കേരളത്തിന്റെ പുതിയ പഠിക്കുന്ന യുവതലമുറയാണ് ബാധിക്കുന്നത്. സർക്കാരിന്റെ മന്ത്രിമാർക്ക് എന്താ കുഴപ്പം? വിദ്യാഭ്യാസ മന്ത്രിക്കും കുഴപ്പമില്ല, ഉപസമിതിക്കും കുഴപ്പമില്ല, ഗവൺമെന്റിനും കുഴപ്പമില്ല. ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ആർക്കും കുഴപ്പമില്ല. അവരെല്ലാം സേഫാണ്. അവരെല്ലാം ഒരു സേഫ് വിക്കറ്റിൽ നിന്നും കൊണ്ട് ഭരിക്കുന്നവരാണ്. ഇവിടുത്തെ പോലുള്ള ധാർമ്മികതാ ബോധം അലട്ടാനുള്ള സാധ്യതയുമില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് പോകുക എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ മോശം കാര്യങ്ങളൊന്നും അവർ ചെയ്യത്തില്ല.